റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയുമായി രണ്ടാം ദിനവും തെളിവെടുപ്പ് നടത്തുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലാണ് തെളിവെടുപ്പ്. അഫ്ഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, ഇന്നലെയും ഇന്നുമായാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഇന്നിപ്പോൾ കസ്റ്റഡി കാലാവധി തീരുന്ന ദിവസമാണ്. ഇനിയിപ്പോൾ എത്ര കണ്ട് തെളിവെടുപ്പ് പോലീസിന് പൂർത്തിയാക്കാനുണ്ട്? ഈ കടയിലെ തെളിവെടുപ്പ് കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടാണ്? സൈഫുദ്ദീൻ, ഈ സൽമ ബീവി എന്ന ഈ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോഴത്തെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ചും വെഞ്ഞാറമൂട്ടിലെ ഈ അഫ്ഫാന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്നത്തോടു കൂടി ഈ വെഞ്ഞാറമൂട് പോലീസിന്റെ തെളിവെടുപ്പ് പൂർത്തിയാകും. ഇന്ന് 3 ഇടങ്ങളിലായാണ് തെളിവെടുപ്പ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ അഫ്ഫാൻ ഈ സൽമ ബീവി ഈ ചുറ്റിക ഒളിപ്പിക്കാൻ വേണ്ടി ബാഗ് വാങ്ങിയിരുന്നു. ആ ബാഗ് ഉള്ള കടയുടെ ദൃശ്യങ്ങളാണ് കണ്ടത്. ആ ബാഗ് വാങ്ങിയ ഈ കടയിലേക്ക് തെളിവെടുപ്പ് നടത്തിയതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പ് പൂർത്തിയായി. ചുറ്റിക വാങ്ങിയ കടയിലെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇതോടുകൂടി മാല പണയം വെച്ച് സൽമ ബീവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം മാല പണയം വെച്ചിരുന്നു. ആ കടയിലും തെളിവെടുപ്പ് നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി അഫ്ഫാനെ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. തുടർന്ന് മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾക്കായി അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്ന് മിക്കവാറും ജയിലിലേക്ക് വൈകുന്നേരത്തോടുകൂടി മാറ്റാനാണ് സാധ്യത. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാലും വേഗത്തിൽ കസ്റ്റഡിയിൽ വിടാൻ തന്നെയല്ല സാധ്യത? കാരണം ഇപ്പോൾ സൽമ ബീവിയുടെ കേസിൽ മാത്രമേ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളൂ. ഇനി പിതൃ സഹോദരൻ്റെയും ഒപ്പം അനിയൻ്റെയും ഒക്കെ ഒപ്പം അവരുടെ സുഹൃത്തിൻ്റെയും ഒക്കെ കേസിൽ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാനുണ്ടല്ലോ. അതൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് ആണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ മറ്റ് കേസുകളും, അത് ഈ സൽമ ബീവിയുടെ കേസിൽ മാത്രമാണ്. ആകെ ഈ 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത്. അടുത്ത ദിവസങ്ങളിലായി മറ്റ് പോലീസ് കൂടി വാങ്ങും. അതിലാണ് ഈ അനിയൻ, അതുപോലെ തന്നെ ഈ പെൺ സുഹൃത്ത്, അതുകൂടാതെ ഈ പിതൃ സഹോദരനും അതുപോലെ തന്നെ പിതൃ സഹോദരന്റെ ഭാര്യയും ഉൾപ്പെടെ കൊലപ്പെടുത്തിയ കേസുകളുണ്ട്. ആ കേസുകളിൽ തെളിവെടുപ്പ് കൂടി പൂർത്തീകരിക്കാനുണ്ട്. നിലവിൽ ഈ വെഞ്ഞാറമൂട് പോലീസിന്റെ ഈ കസ്റ്റഡിയിലെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണവുമായും തെളിവെടുപ്പുമായും ഒക്കെ അഫ്ഫാൻ പൂർണ്ണമായ രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? സാജിദ്, ഇന്നലെ അഫ്ഫാന്റെ ഒരു ചില പ്രശ്നങ്ങൾ രാവിലെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഈ ബാത്റൂമിലേക്ക് പോയി അവിടെ തലചുറ്റി വീഴുന്നു, പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് ഈ തെളിവെടുപ്പ് നടത്തുന്നതിലേക്ക് പോലീസ് പോവുകയും ചെയ്തത്. ഇന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ തെളിവെടുപ്പ് വളരെ സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. അത് എത്ര സമയം ഉണ്ടാകും എന്നതിൽ വ്യക്തതയില്ല. നേരത്തെ ജയിലിൽ വെച്ച് ജയിൽ അധികൃതരോട് അഫ്ഫാൻ പറഞ്ഞിരുന്നത് താൻ ആത്മഹത്യ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിന്റെ സമയത്തും പൂർണ്ണമായി പോലീസ് വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് പുലർത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തുമോ എന്നൊരു ഭയം ഈ പോലീസിനും അതുപോലെ തന്നെ ജയിൽ അധികൃതർക്കും എല്ലാം തന്നെ ഉണ്ട്. ശരി, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതി അഫ്ഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. മുത്തശ്ശിയായ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ സൽമ ബീവിയുടെ വീട് നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അന്വേഷണമാണ് ആദ്യം പൂർത്തിയാക്കുന്നത്. ഇന്നലെ സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ചു, പിന്നീട് ഈ ചുറ്റിക വാങ്ങിച്ച കടയിലെത്തിക്കുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. തുടർന്ന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമാകും മറ്റ് കൊലപാതകങ്ങളുടെ കേസിൽ കൂടി തെളിവെടുപ്പ് നടത്തുക. വിശദാംശങ്ങൾ നൽകിയത് സാജിദ് അജ്മൽ.